എല്ലാവർക്കും നമസ്കാരം. ഞാൻ സുമാ കാന്തരാജ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ പോകുന്നത് കുടുംബജീവിതം സന്തോഷകരമാക്കുന്ന പ്രധാന വിഷയത്തെ പറ്റിയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ ആത്മാർത്ഥത എന്ന വിഷയത്തെ പറ്റിയാണ് സംസാരിച്ചത്. ഇന്നത്തെ വിഷയം കുറ്റപ്പെടുത്തലുകൾ. ദാമ്പത്യ ജീവിതത്തിൽ പങ്കാളികൾ പരസ്പരം കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് സാധാരണയാണ്. പക്ഷേ ചില വാക്കുകളും പ്രവൃത്തികളും പങ്കാളിയുടെ മനസ്സിൽ എന്നും ഉണങ്ങാത്ത ഒരു മുറിവായി നിലനിൽക്കും. അതുകൊണ്ട് പങ്കാളിയുടെ വാക്കുകളിലും പ്രവൃത്തിയിലും എപ്പോഴും ഒരു ശ്രദ്ധ ആവശ്യമാണ്. കുറ്റബോധം തീരെ ഇല്ലാത്ത പങ്കാളികളാണ് എപ്പോഴും പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഉദാഹരണത്തിന്, നീ കാരണമാണ് എനിക്ക് അങ്ങനെ സംഭവിച്ചത്, നീ എൻ്റെ ജീവിതത്തിൽ വന്നതിന് ശേഷമാണ് എൻ്റെ ജീവിതം ഇങ്ങനെ മോശമായത്. ഇങ്ങനെയൊക്കെ ഉള്ള വാക്കുകൾ പങ്കാളികളെ വേദനിപ്പിക്കുന്നവയാണ്. തളർത്താനും കുറ്റപ്പെടുത്താനും കുറേ ആൾക്കാർ ഉണ്ടാകും. പക്ഷേ നമ്മുടെ സത്യസന്ധത നമ്മൾക്ക് മാത്രമേ അറിയുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ പങ്കാളി നിങ്ങളെ എത്ര കുറ്റപ്പെടുത്തിയാലും നിങ്ങൾ നിങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുക. സത്യം അറിയാതെ ആർക്കും ആരെയും കുറ്റപ്പെടുത്താം. ഒടുവിൽ ധരിച്ചു വെച്ചതെല്ലാം തെറ്റായിരുന്നു എന്ന് തിരിച്ചറിയുമ്പോഴേക്കും വിലപ്പെട്ട ബന്ധങ്ങൾ പലതും നഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടാകും. പലപ്പോഴും നമ്മുടെ ഭാഗത്തെ തെറ്റുണ്ടാവില്ല, പക്ഷേ ശരിയാണെന്ന് തെളിയിക്കുവാൻ നമ്മുടെ പക്കൽ ഒരു തെളിവും ഉണ്ടാവില്ല എന്നതാണ് സത്യം. പങ്കാളികൾ പരസ്പരം അഭിനയിച്ച് ജീവിക്കാതെ പരസ്പരം അറിഞ്ഞു ജീവിക്കുക. പങ്കാളിയുടെ ഇഷ്ടക്കുറവുള്ളവർ തൻ്റെ കുറ്റപ്പെടുത്തലുകളിലൂടെ സദാ പങ്കാളിയെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ പങ്കാളിയുടെ ബലഹീനതയെ കുറ്റപ്പെടുത്താതിരിക്കുക. നിങ്ങളുടെ പങ്കാളി നിങ്ങളോട് മാത്രം പറഞ്ഞിട്ടുള്ള ചില സ്വകാര്യമായ കാര്യങ്ങൾ മൂന്നാമതൊരാളോടെ പറഞ്ഞു നടക്കാതിരിക്കുക. പങ്കാളികൾ പരസ്പരം സ്വന്തം തെറ്റിനെ അംഗീകരിക്കുവാൻ ശ്രമിക്കുക. താൻ ചെയ്ത തെറ്റിനെ പങ്കാളിയുടെ മേൽ ചുമത്താതിരിക്കുക. അടിച്ചമർത്തപ്പെടുന്ന മാനസിക വേദനകൾ പങ്കാളികളിൽ കൂടുതൽ ശാരീരിക പ്രശ്നങ്ങളിലേക്ക് വഴിതിരിക്കും. നമ്മൾ ഒരിക്കലും എങ്ങും തോൽക്കാറില്ല, ചില സന്ദർഭങ്ങൾ മാത്രമാണ് തോൽക്കുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും നിരാശരാകാതിരിക്കുക. നമ്മളോട് മറ്റുള്ളവർ എങ്ങനെ പെരുമാറുന്നു എന്നതിനേക്കാൾ പ്രാധാന്യമാണ് മറ്റുള്ളവരോടുള്ള നമ്മുടെ പെരുമാറ്റവും പ്രതികരണവും. അവസാനമായി എനിക്ക് പറയാനുള്ളത്, ചില ദാമ്പത്യ ബന്ധങ്ങൾ ഇലകൾ പോലെയാണ്, എപ്പോൾ വേണമെങ്കിലും കൊഴിഞ്ഞു പോകാം. എന്നാൽ ചില ദാമ്പത്യ ബന്ധങ്ങൾ ശിഖിരം പോലെയാണ്, എപ്പോൾ വേണമെങ്കിലും ഒടിഞ്ഞു വീഴാം. പക്ഷേ മറ്റു ചില ദാമ്പത്യ ബന്ധങ്ങൾ വേരുപോലെയാണ്, എത്ര വലിയ കൊടുങ്കാറ്റിനെ പോലും പിടിച്ചു നിർത്തും. മറ്റൊരു പോയിന്റിനെ പറ്റി അടുത്ത എപ്പിസോഡിൽ സംസാരിക്കുന്നതാണ്. താങ്ക് യു.